പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മളെ തേടിയെത്തുന്നത്. ഇന്നിപ്പോൾ ഇതാ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായുള്ള ഇറാന്റെ പ്രഖ്യാപനം കൂടി വരികയാണ്. ഇതോടെ അമേരിക്കയുമായി നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. US ഇടപെടൽ അവസാനിപ്പിക്കുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, അതായത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതുവഴി കടന്നുപോയൊരു കപ്പലിനെ ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഇറാൻ പറഞ്ഞൊരു ന്യായീകരണം, തങ്ങൾ അനുവദിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടന്നു പോകുവാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്ന് വളരെ കുറച്ച് നാളുകൾ ആയിട്ടേ ഉള്ളൂ. അപ്പോഴും സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം വിലക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലുള്ള തീരുമാനം അതുതന്നെയായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജമാലുദ്ദീൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജമാൽ, വീണ്ടും സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇറാനെതിരെ അമേരിക്ക ശക്തമായ തരത്തിലുള്ള ആക്രമണവും അടച്ചുവിടുകയാണ്. എന്താണ് നിലവിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ? സിന്ധുവലി, ഇറാനെതിരെ അമേരിക്ക കടുത്ത ആക്രമണം നടത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇന്ന് ഇറാൻ വ്യാപകമായ ആക്രമണമാണ് അല്ലെങ്കിൽ തിരിച്ച് നടത്തുന്നത്. സൗദി അറേബ്യ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ ഇന്ന് വ്യാപകമായ ഡ്രോൺ ആക്രമണം നടത്തി. UAE ഏതാണ്ട് 69 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UAE മിസൈൽ ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളൊക്കെ തന്നെയും ഇന്ന് ആക്രമണം നടത്തി. ബഹ്റൈനിൽ രാവിലെ തന്നെ അപായ സൈറൻ മുഴങ്ങിയിരുന്നു. എവിടെയും നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെയായി ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലും പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമാണ്. ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലാക്കിയാണ് ഇത്തരത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ അതിന് ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ മേഖലയും, സാമ്പത്തിക സാമൂഹിക മേഖലയും ഇത് വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നു. ഏതായാലും 5 ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന്, അതുപോലെ ജോർദാനിലും ഇന്ന് ഇറാൻ ആക്രമണം നടത്തി. ഏതായാലും അതിനെ സംബന്ധിച്ച നാശനഷ്ടങ്ങളൊന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി ജമാൽ, എന്തായാലും വളരെ ശക്തമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ധാരാളം പ്രവാസികളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങളിലേക്കാണ് ലോകം കടക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ജമാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.